अगला वा मजबूरी नो आन जान के पसूरी नो शहर बने हम तेरी पी जावा मैं पूरी नो आना से यो नहीं आया दिल बांग बांग मर टकराया कागा बोल के दस जावे താവാഗ്യോ ദീജോ ദീനോ. സൂപ്പറായിരുന്നു കേട്ടോ. അപ്പൊ ഒരുപാട് സന്തോഷം, ഒരുപാട് നാളുകൾക്ക് ശേഷം സംസാരിക്കാൻ പറ്റിയതില്ല കേട്ടോ ചക്രക്കുട്ടി. ഓക്കെ ഓക്കെ, ബൈ ബൈ ബൈ. അപ്പോൾ എന്താണ് നമ്മുടെ അനോമിനൊക്കെ ഒരുപാട് നാൾ, ഏകദേശം ഒരു വർഷത്തോളായി സംസാരിച്ചിട്ട്. എന്റെ അടുത്ത് നമ്മുടെ ആരാന്ന് നോക്കാം കുട്ടി. ഹലോ ഹലോ ഹലോ, ആരാണ്? ഹരിനന്ദൻ. ഹരിനന്ദൻ ഹരിനന്ദൻ എവിടുന്നാ വിളിക്കുന്നേ? നെടുങ്ങോലം പറവൂര്. നെടുങ്ങോലം അല്ലേ? നമ്മള് സംസാരിച്ചിട്ടില്ലേ? മുന്നേ? ആനന്ദവല്ലി അമ്മയുടെ അതാ എനിക്ക് തോന്നി. ഇപ്പൊ ഒരുപാട് നാളായില്ലേ, അതാ ചോദിച്ചേട്ടോ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു വിഷു ഒക്കെ? വിഷു ഒക്കെ ആഘോഷിച്ചു. പിന്നെ നമ്മുടെ കൊല്ലംപൂരൊക്കെ ആയിരുന്നു, അതൊക്കെ ആഘോഷിച്ചു. അതൊക്കെ പോയി കണ്ടു, അങ്ങനെ അടിച്ചു പൊളിച്ചു കേട്ടോ. നമ്മുടെ അനിയൻ മാവയുണ്ടല്ലേ? അനിയൻ മാവ എന്തേ? ഇവിടെ ഇരിപ്പുണ്ട്. അനിയമാവിന്റെ പേരെന്താ? ഋഷി നന്ദികേശ്. അതെ അതെ. ഹലോ. ഏറ്റവും ചെറിയ പാല് ഏത്? ഏറ്റവും ചെറിയ പാലോ? മൂക്കിന്റെ പാലം ആണോ? തെറ്റാണോ? അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്താ നന്ദികേശ് ചോദിച്ചപ്പോ പെട്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ മിടിക്കാണോ? നന്ദികേശേ, ഇനി മോ സ്കൂളിലായോ? ഓ അത് തന്നെ, കുഞ്ഞ് സ്കൂളിലാവാറായോ? കുഞ്ഞിന് എത്ര വയസ്സായിപ്പോ? 4 വയസ്സ്. അപ്പൊ LKG-യിലായില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയിപ്പോ പുതിയതായിട്ട് പഠിക്കാനൊക്കെ പോവാ ജൂൺ തൊട്ടല്ലേ? കൊടുക്ക്. ഹലോ, ഏട്ടൻ ഇനി ഏത് ക്ലാസ്സിലാ? ഞാൻ 4ാം ക്ലാസ്സില്. 4ാം ക്ലാസ്സില്. ഓക്കെ. 2 കടങ്ങൾ കഴിച്ചോട്ടോ. ചോദിച്ചു. ഒരു മുറ്റത്ത് 5 ആള്. ഒരു മുറ്റത്ത് 5 ആള്. ഒരു മുറ്റത്ത് 5 ആളല്ലേ? 5 പേരല്ലേ? അല്ല. അയ്യോ, എന്ത് പറ്റി? ഞാൻ 2 കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നമ്മൾ തെന്നാ വീഴുന്ന രാജ്യം ഐസ്ലാൻഡ്. ഹലോ, ഗ്രീസ്. അതെന്നെയുടെ ഹെൽപ്പ് ചെയ്ത കേട്ടോ. എന്നെയുടെ രേഷ്മയെ എന്നെയും പറഞ്ഞു തന്നെയാ. അപ്പൊ എന്താ ചക്രക്കുട്ടി ഇനിയുണ്ടോ? ഇനിയൊരു കടങ്കഥയുണ്ട്. ചോദിക്കേ. ആനയെ കെട്ടാൻ തടിയുണ്ട്, ഉപ്പ് പൊതിയാൻ ഇലയില്ല. ആനയെ കെട്ടാൻ തടിയുണ്ട്, ഉപ്പ് പുളിയില്ല. പുളിമരം. ഓക്കെ ഓക്കെ. അയ്യോ, ഞാൻ 3 ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഹരിനന്ദൻ. ഹലോ. ചിത്രക്കുട്ടി, പിന്നെ എങ്ങനെ പോന്നു? വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിക്കാണോ? അമ്മമ്മയ്ക്ക് സുഖാണോ? ഓക്കെ വാവേ. അപ്പൊ ഇന്നിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. പാടുന്നുണ്ടോ? അടുത്ത പ്രാവശ്യം. ഓക്കേടാ വാവേ. ടാറ്റാ, ബൈ. അപ്പൊ എന്താ നമ്മുടെ ചില കുഞ്ഞു അയ്യോ തന്നെ നമ്മുടെ അടുത്ത കോൾ വന്നിട്ടുണ്ട്. അതിനുശേഷം പറയാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ്? കുഞ്ഞാറ്റ. എവിടുന്നാ വിളിക്കുന്നേ? ശാസ്താംകോട്ടേന്നോ? ഓക്കെ. കുഞ്ഞാറ്റ ഏത് ക്ലാസ്സിലായി? 4. ഇനി 4-ലാണോ? ആണല്ലേ. പിന്നെ ഇപ്പൊ വെക്കേഷനായിട്ട് എങ്ങനെയുണ്ട്? എങ്ങനെ പോകുന്നു? ഇപ്പൊ വെക്കേഷനായി തുടങ്ങി ഒരു 16 ദിവസമായില്ലേ? 17 ദിവസമായി. എങ്ങനെ പോയി?
കുഴപ്പമില്ലാതെ പോയി. ഇതിനിടയ്ക്ക് കളി മാത്രമേ ഉള്ളൂ അതോ എന്തെങ്കിലുമൊക്കെ വായിക്കുകയൊക്കെ ചെയ്യോ? കുഞ്ഞു വാവയെങ്കിലും ചോദിച്ചതാ. ആ, അനിയനുമായിട്ട് കളിക്കുമല്ലേ? അവിടെ ഭയങ്കര കാറ്റടിക്കുവാണോ വാവേ? അവിടെ ഭയങ്കര കാറ്റടിക്കുവാണോ? ആ, എവിടെ ഇരിക്കുവാ? ഓ, ഫാനിന്റെയാണോ? ഓക്കെ ഓക്കെ. എനിക്ക് തോന്നി ഇങ്ങനെ നല്ല കാറ്റടിക്കുന്ന പോലെ. ഞാൻ കുഞ്ഞ് പുറത്തിരുന്നാണോ സംസാരിക്കുന്നേന്ന് കേട്ടോ. കുഞ്ഞാറ്റുകുട്ടിയുടെ അനിയമാവയുടെ പേരെന്താ? അച്ചു. അച്ചുകുട്ടിക്ക് എത്ര വയസ്സായി? 6 വയസ്സ്. അപ്പൊ അച്ചുകുട്ടി സ്കൂളിലായില്ലേ? 1ാം ക്ലാസ്സിലായി? ഇനി 1ാം ക്ലാസ്സിലോട്ട്. അപ്പൊ ഈ ചേച്ചിയാണോ അനിയമാവെ കൊണ്ടുപോകുന്നത് സ്കൂളില്? അല്ല. ഓക്കെ. അപ്പൊ ഇന്നെന്താ ചക്രക്കുട്ടി ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാമില്? ഒരു പാട്ട് പാടാം. ഓക്കെ, പാടിക്കോടാ. കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാ. ഈശോയെ നീയൊന്ന് വാവാ, കൂടെ കളിക്കാൻ വാവാ. കുഞ്ഞിക്കരളിനുള്ളിൽ സ്നേഹം നിറച്ചു തരാ. ഈശോയെ നീയൊന്ന് വാവാ, കൂടെ കളിക്കാൻ വാവാ. ഹലോ. ആ, നന്നായിട്ട് പാടി കേട്ടോ. താര പഠിപ്പിച്ചേ കുഞ്ഞിനെ? അമ്മ. ആ, നല്ല പാട്ടായിരുന്നു കേട്ടോ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? പെട്ടെന്ന് ചോദിച്ചോ. എഴുതിയാലും ശരിയാവാത്ത ഉത്തരം. തെറ്റ്. ശരി. അയ്യോ, ഇന്ന് എന്ത് പറ്റിയെന്നോട് എല്ലാം കറക്റ്റ് ആവുന്നു. അപ്പൊ ചക്രക്കുട്ടി, ബൈ. ടാറ്റാ. ഓക്കെ, ഇനി വിളിക്കാം കേട്ടോ.